നവയുഗ സങ്കല്പങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് സത്സംഗത്തെ മനസ്സിലാക്കാൻ. സത്സങ്കല്പങ്ങളെ നിങ്ങൾ കൈവശപ്പെടുത്തൂ, അതാവട്ടെ നിങ്ങളുടെ പരിചയപത്രം. ആരെങ്കിലും ചോദിക്കുകയാണ് ഗായത്രി പരിവാറിന്റെ കൂടെ ആരുണ്ട് എന്ന്. സത്സങ്കല്പമെടുത്തവരൊക്കെ ഗായത്രി പരിവാറിൽ ഉള്ളവരാണ്. ഗായത്രി പരിവാറിന്റെയും മാനവികതയുടെയും ഒക്കെ ഭാവി എന്ത് എന്ന് ചോദിച്ചാൽ ഇതാ ഞങ്ങളുടെ കയ്യിൽ സത്സംഗമുണ്ട് എന്ന് പറയാം. വരും തലമുറയുടെ സമസ്യകളുടെ സമാധാനവും 21ാം നൂറ്റാണ്ടിന്റെ സംവിധാനവുമെല്ലാം ഈ സത്സങ്കല്പങ്ങളാണ്. ഈ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഗുരുദേവൻ സത്സങ്കല്പങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ശരീരത്തിന്റെ മനസ്സിന്റെ ദുർവിചാരങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷ, സ്വാധ്യായം, സത്സംഗം, ഇന്ദ്രിയ നിയന്ത്രണം, കൃത്യനിഷ്ഠ, വിജ്ഞാനം, ധീരത, സത്യസന്ധത, ഉത്തരവാദിത്ത ബോധം, നേർവഴിക്കല്ലാതെ ഒന്നും നേടില്ല, നീതിക്കായി പോരാടും, തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോടും ചെയ്യില്ല, മര്യാദ, നാഗരിക കർത്തവ്യങ്ങളുടെ പാലനം, അങ്ങനെ സാമൂഹിക നന്മയ്ക്കായുള്ള എല്ലാം അതിലുണ്ട്. ഇവയെല്ലാം പറഞ്ഞതിനു ശേഷം അവസാനമായി എന്താണ് ഗുരുദേവൻ പറഞ്ഞത്? നമ്മളിലൂടെ യുഗപരിവർത്തനം, നമ്മളിലൂടെ ശ്രേഷ്ഠമായൊരു യുഗം. ഇത് സാധ്യമെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. സ്വയം പഠിച്ച് സ്വായത്തമാക്കും, മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും.